ഫോർമുല 1 കുറേ ഐക്കോണിക് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഉണ്ട്. അതിൽ കുറേ ഐക്കോണിക് ആയിട്ടുള്ള ടേൺസ് ഉണ്ട്. സോ ബെൽജിയൻ GP നടക്കുന്ന സ്പാ സർക്യൂട്ടിലെ യുറൂഷ് എന്ന് പറയുന്ന ഒരു കോർണറിനെ പറ്റി കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ സ്പാ സർക്യൂട്ടിലെ സെക്കൻഡ് കോർണറാണ് ഈ യുറൂഷ് എന്ന് പറയുന്ന കോർണർ. സോ ഈ യുറൂഷ് കോർണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോർണർ ലെഫ്റ്റിലേക്കാണുള്ളത്. പക്ഷേ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റൈറ്റിലേക്ക് വേറൊരു ടേണും കൂടെ ഉണ്ട്. സോ ആ റൈറ്റ് സൈഡിലേക്കുള്ള ടേണിന് റാഡിലിയൻ എന്നാണ് പറയുന്നത്. സോ യുറൂഷ് ആ ഒരു നെയിം ഇച്ചിരി ഒരു ഫണ്ണി ആയിട്ടൊരു നെയിമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ റെഡ് വാട്ടർ എന്നാണ്. കാരണം ആ ഒരു സർക്യൂട്ടിൻ്റെ അടുത്ത് ഒരു ലേക്ക് ഉണ്ട്, അതിൽ വെള്ളം റെഡ് കളറിലാണ്. അപ്പം അങ്ങനെ അവിടുത്തെ ഫാൻസ് വിളിച്ച ഒരു പേരാണ് യുറൂഷ്. ഈ കോർണറിനെ ഐക്കോണിക് ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ആ ഒരു ടേണിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ആണ്, പക്ഷേ ഇമ്മീഡിയറ്റ്ലി അവിടെ ഒരു റൈറ്റ് ടേൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു 15 ഡിഗ്രി എലിവേഷൻ ഉണ്ട്. അങ്ങനെ യുറൂഷ് കോർണർ എടുത്ത് ആ ഒരു 15 ഡിഗ്രി എലിവേഷനുള്ള റൈറ്റ് സൈഡിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് ആ ഒരു സെർട്ടൺ പോയിന്റിലെത്തുമ്പോൾ മുമ്പിലുള്ള എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല, ആ ഒരു എലിവേഷൻ കാരണം. സോ ആ കോർണർ റീച്ച് ചെയ്യുന്നതിന് മുമ്പ് നല്ല സ്ട്രെയിറ്റ്സ് ആയതുകൊണ്ട് മിക്ക ഡ്രൈവേഴ്സും നല്ല സ്പീഡിലായിരിക്കും വരും. അപ്പം അത്ര സ്പീഡിൽ വന്നിട്ട് ആ ഒരു കോർണർ എടുക്കുമ്പോഴത്തേന് അതൊരു ബ്ലൈൻഡ് സ്പോട്ട് പോലെയാണ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് അതിനെ ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് പോയിന്റ് ഇൻ ദ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പോകുന്നതിൻ്റെ വഴിയിൽ മുമ്പിൽ എന്തെങ്കിലും കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെബ്രി എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രൈവറിന് അത് വിസിബിൾ അല്ല. അതുപോലെ പല ഡ്രൈവേഴ്സും ആ ഒരു കോർണറിനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. 2019 ഒരു F2 ഗ്രാൻഡ് പ്രിയുടെ ഇടയിൽ അന്തോയിൻ ഹ്യൂബർട്ട് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഈ ഒരു കോർണർ എടുക്കുന്ന ഇടയിൽ സ്ലിപ്പായി ക്രാഷായി മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർണറിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അവിടെ ഒത്തിരി ത്രോട്ടിൽ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ 2021 ലാൻഡോ നോറിസ് ഒന്ന് ട്രൈ ചെയ്ത് വളരെ ഒരു മാസീവ് ക്രാഷ് ഉണ്ടായി. ഈ കോർണറിൽ കുറേ സാഡായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഇവൻസും ഉണ്ടായിട്ടുണ്ട്. അതിൽ മാർക്ക് വെബർ ഫെർണാണ്ടോ അലോൺസെ ഓവർടേക്ക് ചെയ്യുന്നതും പിന്നെ വൾട്ടറി ബോട്ടാസ് ഹാഡ്ലിനെ ഓവർടേക്ക് ചെയ്യുന്നതും ഈ ഒരു കോർണറിലാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഡ്രൈവേഴ്സിനും ഈ ഒരു ബെൽജിയൻ GP ഇഷ്ടപ്പെടുന്നത് തന്നെ ഈ ഒരു കോർണർ കാരണമാണ്.